നമസ്കാരം, TCV സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. താനൂർ ചിറക്കലിൽ BJP പ്രവർത്തകർ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. ബസ്സുകൾ തടഞ്ഞത് വാക്കേറ്റത്തിനിടയാക്കി. പോലീസ് എത്തി പ്രശ്നം പരിഹരിച്ചെങ്കിലും ബസ്സുകൾ തടഞ്ഞവർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ജീവനക്കാർ പണിമുടക്കി. തുടർന്ന് യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ബസ് തടഞ്ഞവർക്കെതിരെ കേസെടുക്കുമെന്ന് അറിയിച്ചതോടെയാണ് മണിക്കൂറുകൾക്ക് ശേഷം ബസ്സുകൾ സർവീസ് ആരംഭിച്ചത്. സ്വകാര്യ ബസ്സുകളുടെ പെട്ടെന്നുള്ള പണിമുടക്ക് വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരെയും വലച്ചു. താനൂർ ചിറക്കൽ ഭാഗത്ത് വെച്ച് രാവിലെ 9ഓടെയാണ് സ്വകാര്യ ബസ്സുകൾ തടഞ്ഞത്. കഴിഞ്ഞ ദിവസം BJP ജനജാഗ്രതാ സമ്മേളനം നടക്കുന്ന സമയത്ത് സ്വകാര്യ ബസ്സുകളടക്കം സർവീസ് നടത്തിയിരുന്നില്ല. രാവിലെ തിരൂർ പരപ്പനങ്ങാട് റൂട്ടിൽ സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സുകളാണ് തടഞ്ഞത്. ഇത് ബസ് ജീവനക്കാരും പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റത്തിനും ഇടയാക്കി. തുടർന്ന് പോലീസ് എത്തി പ്രവർത്തകരെ മാറ്റി പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കാണുകയായിരുന്നു. എന്നാൽ ബസ്സുകൾ തടഞ്ഞവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട ബസ് ജീവനക്കാർ പണിമുടക്കി. തുടർന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കളും പോലീസും ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ വാഹനം തടഞ്ഞ കണ്ടാലറിയാവുന്ന 50ഓളം പേർക്കെതിരെ കേസെടുക്കുമെന്ന് ഉറപ്പു നൽകിയതോടെയാണ് ഉച്ചയോടെ സ്വകാര്യ ബസ്സുകൾ സർവീസ് പുനരാരംഭിച്ചത്. സ്വകാര്യ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരെയും വലച്ചു. വാഹനം തടഞ്ഞ 50ഓളം BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തതായി താനൂർ CI ജസ്റ്റിൻ ജോൺ അറിയിച്ചു. കുറച്ച് BJPക്കാരുടെയും RSSകാരുടെയും നേതൃത്വത്തിൽ വണ്ടി തടയുകയും തൊഴിലാളികളെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് കാരണം ഇപ്പോൾ ഈ സമയം വരെ തിരൂർ താലൂക്കിൽ സർവീസ് നടത്തുന്ന പരപ്പനങ്ങാട് റൂട്ടിലേക്ക് സർവീസ് നടത്തുന്ന മുഴുവൻ ബസ്സുകളും പണിമുടക്കിയിരിക്കുകയാണ്. തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ചിറക്കൽ മേഖലയിൽ സംജാതമായിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ടാണ് സംയുക്ത കോർഡിനേഷൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി താനൂർ പോലീസ് സ്റ്റേഷനിലെ CI സാറുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ ബസ്സുകൾ തടഞ്ഞ ആളുകൾക്കെതിരെ, ചിറക്കൽ വെച്ച് ബസ് തടഞ്ഞ ആളുകൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കാമെന്നും കേസെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബസ് സർവീസ് പുനരാരംഭിക്കുകയാണ്. ഇനി മേലിൽ തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഒരു അവസരം സൃഷ്ടിക്കണമെന്നും ഇനി ഇത് തുടർക്കഥയാവുന്ന സ്ഥിതിക്ക് അനിശ്ചിതകാലമായിട്ട് ആ മേഖലയിലേക്കുള്ള സർവീസുകൾ നിർത്തിവെക്കാനുമാണ് സംയുക്ത കോർഡിനേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി ഇതേ രൂപത്തിൽ തന്നെയാണ് വെട്ടം മേഖലയിലെ ചില ബസ് ഉടമകളുടെ വീട്ടിൽ ചെന്നുകൊണ്ട് RSSകാർ ഭീഷണിപ്പെടുത്തുന്ന സമീപനമുണ്ട്. തിരൂർ താലൂക്കിൽ വ്യാപകമായി ബസ് തൊഴിലാളികളുടെയും ബസ് ഉടമകളുടെയും നേർക്ക് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രകോപനപരമായ സമീപനമാണ് BJPയുടെയും RSSൻ്റെയും ഭാഗത്തുണ്ടാകുന്നത്. ഇതൊരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. ഇങ്ങനെ ഈ രൂപത്തിലേക്കാണ് തെരുവിൽ നേരിടാനാണ് തൊഴിലാളികളുടെ തീരുമാനങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങൾ സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് തയ്യാറാവേണ്ടി വരും. അതുകൊണ്ട് ഇതിന് വേണ്ട നടപടികൾ അധികാരികളും അതുപോലെ തന്നെ സമാധാനം കാംക്ഷിക്കുന്ന നമ്മുടെ നാട്ടിലെ നല്ല മതേതര വിശ്വാസികളും ഈ വിഷയത്തിനെതിരെ ശക്തമായി രംഗത്ത് വരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.